കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പീരീഡിൻ്റെ 26th ഡേ പ്രഗ്നൻ്റ് ആയ ഒരു സ്ത്രീക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള 8 ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് നമ്മുടെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഈ ലക്ഷണങ്ങൾ വരുമ്പോഴേക്കും ഏകദേശം നമ്മളൊരു 1 to 5 വീക്സ് ഒക്കെ പ്രഗ്നൻ്റ് ആയിരിക്കും. അപ്പോൾ ആ പ്രഗ്നൻസി ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഞാൻ ഈ പറയുന്ന 8 പ്രഗ്നൻസി ലക്ഷണം ഇല്ലെങ്കിലും നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത 100% തന്നെയാണ്. ഒരുപാട് ആളുകൾക്ക് പ്രഗ്നൻസിയുടേതായിട്ടുള്ള യാതൊരു ലക്ഷണവും ഉണ്ടാവാറില്ല. മറ്റു ചില ആളുകൾക്ക് ഭയങ്കര വിയേർഡായിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ, അതായത് ഇതൊരു പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണമാണ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കൂട്ടം സ്ത്രീകൾക്ക് എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ചിലപ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാകും. ഏകദേശം ആ ഒരു ദിവസമോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് മറ്റേതെങ്കിലും ദിവസമോ ബ്ലീഡിംഗ് പലർക്കും ഉണ്ടാവാറുണ്ട്. ഈ ബ്ലീഡിംഗ് നിങ്ങൾക്ക് പോകുന്നതിൻ്റെ അളവ് ഭയങ്കര കുറവാണെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം ഒരുപാട് ആളുകൾക്ക് ത്രട്ടേൺഡ് മിസ്കാരേജ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടാവുകയും ചിലർക്ക് പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മൂലം ബ്ലീഡിങ് ആ ഒരു 9 months വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പോകുന്ന ബ്ലീഡിങ് അൺയൂഷ്വൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങളൊരു കാർഡ് മേടിച്ചിട്ട് തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിലെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പ്രഗ്നൻസി സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ മുഖത്ത് പിമ്പിൾസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ആ ഒരു പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിയുമ്പോഴുണ്ടാകുന്ന ഒരു ഹോർമോൺ ചേഞ്ച് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പിമ്പിൾസ് വരുന്നത് കേട്ടോ. പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോഴേക്കും ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, HCG എന്നീ 3 ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഇൻക്രീസ് ആവുന്നുണ്ട്. അതുപോലെ മറ്റു പല ഹോർമോൺസിന്റെ കൂടലും കുറയലും ഒക്കെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് മുഖത്ത് കുരുക്കൾ നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പല ആളുകൾക്കും പീരിയഡ്സ് ആകുന്നതിന് മുൻപ് തന്നെ കുരുക്കൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു ലക്ഷണം വെച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാൽ അങ്ങനെ ഒരു മാറ്റവും നിങ്ങൾക്ക് ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വ്യത്യാസം വരുമ്പോഴേക്കും നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. രണ്ടാമത്തേതെന്ന് പറയുന്നത്, ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിങ്ങോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ ഉണ്ടാകുന്നതാണ്. പലർക്കും ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നുണ്ട്. നേരത്തെ സിറ്റുവേഷനിൽ ഏകദേശം 30% ആളുകൾക്ക് മാത്രമാണ് ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ് ഉണ്ടായതെങ്കിൽ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ചാനലിൽ തന്നെ മെജോറിറ്റി ആളുകളും ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ് നമുക്ക് ഉണ്ടാവുന്നത് ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലീഡിംഗ് ആയിരിക്കും. ചിലർക്ക് അത് ഒരു ദിവസമായിരിക്കും നിൽക്കുന്നത്, എന്നാൽ മറ്റു ചിലർക്ക് 2 ദിവസം വരെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട്. ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് അതിന് പറ്റുന്ന ഒരു എൻവയോൺമെന്റ് നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ കണ്ടുപിടിച്ച് അവിടെ അറ്റാച്ച് ആകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന കുറച്ച് ടിഷ്യൂസ് ഒക്കെ റിമൂവ് ചെയ്തിട്ടാണ് അവിടെ ഇത് ആഴ്ന്നങ്ങോട്ട് ഇറങ്ങുന്നത്. ഇങ്ങനെ വരുന്നതിന്റെ ഭാഗമായിട്ട് ആ ടിഷ്യൂസ് അങ്ങോട്ട് റിമൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ബ്ലഡോ അല്ലെങ്കിൽ പ്യൂർ ആയിട്ടുള്ള ഒരു ബ്ലഡിന്റെ കളറിലോ ഒരു പിങ്കിഷ് ആയിട്ടുള്ള ഷെയ്ഡിലോ നിങ്ങൾക്ക് ബ്ലീഡിംഗ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. തെളിഞ്ഞൊരു ബ്ലഡ് ആയിരിക്കും പലർക്കും ഈ ഒരു സമയത്ത് പോകുന്നത്. ലൈറ്റ് ആയിട്ട് ബ്രൗൺ ആയിട്ട് പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇംപ്ലാന്റേഷൻ നടക്കുന്നത് നമുക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണ്. ഓൾമോസ്റ്റ് ആ ഒരു ദിവസത്തിലോ ആ ഒരു ദിവസം കഴിഞ്ഞോ ആയിരിക്കും നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിംഗ് ഉണ്ടാവുന്നത് കേട്ടോ. അടുത്തതെന്ന് പറയുന്നത്, ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്കുണ്ടാകുന്ന യൂറിനേഷൻ ആണ്. നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമുക്ക് ദാഹം ഭയങ്കരമായിട്ട് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ ഒരാൾക്ക് വേണ്ടി മാത്രമാണ് വെള്ളം കുടിച്ചിരുന്നതെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് എംബ്രിയോയ്ക്കും നമുക്കും വേണ്ടിയിട്ട് വെള്ളം കുടിക്കണം. ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ കുഞ്ഞിന് വെള്ളത്തിൻ്റെ റിക്വയർമെൻറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ദാഹം അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ ഉണ്ടാകും. എപ്പോഴും നമുക്ക് യൂറിനേറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. ചിലർക്ക് ബ്ലഡ് വോളിയം ശരീരത്തിൽ കൂടുന്നതിന്റെ ഭാഗമായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേഷൻ ഉണ്ടാകാം. ബ്ലഡ് വോളിയം നമുക്ക് കൂടുക എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും ബ്ലഡിന്റെ പ്രൊഡക്ഷനും ഒക്കെ ഏകദേശം ആ ഒരു ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ നേരത്തെ എത്രയാണ് ഉണ്ടായിരുന്നത് അതിനേക്കാൾ ഒരു 40 to 50% എങ്കിലും കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇങ്ങനെ ബ്ലഡിന്റെ ആ ഒരു റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ കൂടുന്നതും അതുപോലെ തന്നെ നമ്മുടെ കിഡ്നി നല്ലതുപോലെ വർക്ക് ചെയ്യുന്നതും ശരീരത്തിൽ ഓരോ കാര്യങ്ങളും നടക്കുമ്പോഴേക്കും കിഡ്നിയും ഭയങ്കര എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അതിൻ്റെ ഭാഗമായിട്ടും ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂറിനേഷൻ അനുഭവപ്പെടാം കേട്ടോ. ഫ്രീക്വൻ്റ് യൂറിനേഷൻ ഉണ്ടാകുന്നു എന്ന് വിചാരിച്ചിട്ട് ആരും വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കരുത്. കാരണം അത് കുഞ്ഞിൻ്റെ ഗ്രോത്തിനെ സാരമായിട്ട് തന്നെ ബാധിക്കും. ഏകദേശം ഒരു ഈവനിങ് സമയത്ത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ വെള്ളം നല്ലതുപോലെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിൽ ലിമിറ്റ് കൊണ്ടുവരിക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രിയും ഫ്രീക്വൻ്റ് യൂറിനേഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ആ ഒരു ഹോർമോൺസിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അഫക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ക്ഷീണവും തളർച്ചയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കൂടാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത്.
അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ബ്ലോട്ടിങ്ങും ക്രാമ്പിങ്ങും കൂടുതലായിട്ടുണ്ടാവുക. ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഗ്യാസ് ഭയങ്കരമായിട്ട് വയറ്റിൽ തിങ്ങി നിൽക്കുന്നത് പോലെയുള്ള സിറ്റുവേഷൻ കൂടുതലായിട്ടും അനുഭവപ്പെടുക. പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോഴേക്കും ഡൈജഷൻ ഭയങ്കര സ്ലോ ആയിരിക്കും, ദഹനം ഭയങ്കര സ്ലോ ആയിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണം ദഹിക്കാതെ കിടക്കുമ്പോഴേക്കും നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നുന്നില്ല. കഴിച്ച ഭക്ഷണം അങ്ങനെ തന്നെ വയറ്റിൽ കിടക്കുമ്പോൾ നമുക്ക് വയറിൽ തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര ഹെവിനെസ് അനുഭവപ്പെടാനായിട്ട്, ഭയങ്കര ഭാരം വയറിൽ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതാണ് അടുത്തൊരു ബുദ്ധിമുട്ട്. ക്രാമ്പിംഗ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അനുഭവപ്പെടാം. അതായത് വയറിൻ്റെ ഇടത് ഭാഗത്തോ വലത് ഭാഗത്തോ അതുപോലെ പീരിയഡ്സ് ആകുന്നത് പോലെയുള്ള ലൈറ്റ് ആയിട്ടുള്ള വേദനയോ നിങ്ങൾക്ക് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ഡേ നമുക്ക് ബ്ലീഡിങ് തുടങ്ങുന്ന ആ ഒരു ദിവസം ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടാകുന്ന ലൈറ്റ് ആയിട്ടുള്ള വേദനയെ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. അതല്ലാതെ അതിശക്തമായിട്ടുള്ള നമുക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വേദനയൊന്നും ആ സമയത്ത് ഉണ്ടാവില്ല കേട്ടോ. ആ വേദന നമുക്ക് അനുഭവപ്പെടുകയും എന്നാൽ ബ്ലീഡിങ് വരാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത് ഒരുപാട് ആളുകൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു ലക്ഷണമാണ്. ആ മാറ്റമുണ്ടെങ്കിലും ശരീരം നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ക്ഷീണമാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ക്ഷീണം അനുഭവപ്പെടുക, ഭയങ്കരമായിട്ട് തളർച്ച ഉണ്ടാവുക, ഒന്നും തന്നെ ചെയ്യാനായിട്ട് നമുക്ക് തോന്നാത്ത അവസ്ഥ, എവിടെയെങ്കിലും മൂടിപ്പുറച്ച് കിടന്നുറങ്ങിയാൽ മതി എന്നുള്ള രീതിക്ക് നമുക്ക് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുക. ശരീരത്തിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത് കേട്ടോ. പ്രൊജസ്ട്രോണിൻ്റെ സപ്ലിമെന്റ്സ് ഓൾറെഡി എടുക്കുന്ന ഒരാൾക്ക് ഈ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആണെന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. കാരണം പ്രൊജസ്ട്രോൺ ശരീരത്തിൽ കൂടുന്നതിനനുസരിച്ചിട്ട് ഈ സപ്ലിമെന്റ്സ് എടുക്കുമ്പോഴേക്കും നമുക്ക് ശരീരത്തിൽ പ്രൊജസ്ട്രോൺ ഇൻക്രീസ് ആകും. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം ഉണ്ടാകാം. അതുകൊണ്ട് ആ ലക്ഷണം മാത്രം വെച്ചുകൊണ്ട് നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് പറയാനായിട്ടും സാധിക്കില്ല കേട്ടോ. ക്ഷീണവും തളർച്ചയും ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഹെൽത്തി ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫൈബർ റിച്ചും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും അതുപോലെ അയേണും ഫോളിക് ആസിഡും അങ്ങനെ മൾട്ടി വിറ്റമിനും ഒക്കെ നിങ്ങൾ ശരീരത്തിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ക്ഷീണം ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ജോലികൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. ശരീരത്തിന് ക്ഷീണം തോന്നുന്ന സമയത്ത് ഒന്ന് റിലാക്സ് ആവുക, ദെൻ നമ്മുടെ വർക്കിലോട്ട് തിരിച്ചു പോവുക, കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുക. അങ്ങനെ നിങ്ങൾ ജോലി ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരുപാട് ടയേർഡ് ആവുന്ന ശരീരത്തിനെ ഒന്നും കൂടി ടയേർഡ് ആക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് മൂഡ് സ്വിങ്സ് ആണ്. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം, സങ്കടം, കരച്ചിൽ, ഇതെല്ലാം മൂഡ് സ്വിങ്സും പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഉണ്ടാകുന്നതാണ്. ഇതും നിങ്ങൾക്ക് ഹോർമോൺസിൻ്റെ പ്രവർത്തനം മൂലമാണ് ഉണ്ടാകുന്നത്. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും HCGയും ഒക്കെ ഒരുമിച്ച് ഇൻക്രീസ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. മൂഡ് സ്വിങ്സ് ഉണ്ടാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഏറ്റവും അറ്റാച്ച്ഡ് ആകുന്ന ആളുകളോട് പെട്ടെന്ന് ദേഷ്യം നിങ്ങൾക്ക് അനുഭവപ്പെടാം, അല്ലെങ്കിൽ അവർ പറയുന്ന നിസ്സാര കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സങ്കടവും കരച്ചിലും ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ മൂഡ് സ്വിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പാർട്ട്ണറോട് അത് വിശദമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ലൈഫിൽ ഇഷ്യൂസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം മൂഡ് സ്വിങ്സ് ഉള്ളത് കൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. അതിന് ഏറ്റവും ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക. മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നുണ്ടെന്ന് മനസ്സിലാക്കുക കേട്ടോ. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് മാത്രമല്ല, പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിമെൻസ്ട്രൽ സിംറ്റം ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ദിജോസ് വേൾഡ് PMS എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് കിട്ടും. PMS എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നും അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാകുന്നത് നമ്മുടെ ബ്രസ്റ്റിലാണ് കേട്ടോ. പ്രഗ്നൻ്റ് ആകാനായിട്ട് നമ്മുടെ ആ ഒരു യൂട്രസ് പ്രിപ്പയർ ആകുന്നത് പോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റും പ്രിപ്പയർ ആകാനായിട്ട് തുടങ്ങും കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം മുതൽക്ക് തന്നെ ആ ഒരു ഫീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നമ്മുടെ ആ ഒരു ബ്രസ്റ്റിന് ചുറ്റുമുള്ള ടിഷ്യൂസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ബ്രസ്റ്റിൽ വേദന ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ആദ്യം നമുക്ക് വേദനയായിട്ട് തുടങ്ങും, പിന്നെ ബ്രസ്റ്റിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസം വരുന്നത് പോലെ തോന്നും, ബ്രസ്റ്റിൽ കളർ ചേഞ്ച് ഉണ്ടാകും, അതുപോലെ നിപ്പിളൊന്ന് എൻലാർജ് ആകുന്നത് പോലെ തോന്നും, അതുപോലെ നിപ്പിളിന് ചുറ്റുമുള്ള പോർഷനൊക്കെ വലുതാവാനായിട്ട് അതിൻ്റെ ആ ഒരു ബ്രൗൺ കളർ ആയിരിക്കുമല്ലോ, അത് ബ്ലാക്കിലോട്ട് മാറും, അതിൻ്റെ വലിപ്പം വർദ്ധിക്കും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ബ്രസ്റ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഏറ്റവും ആദ്യം നമുക്ക് തുടങ്ങുന്നത് ബ്രസ്റ്റിൽ വേദനയായിട്ടായിരിക്കും. ആ ഒരു മാറ്റവും നിങ്ങൾക്ക് ആ ഒരു 26th ഡേ മുതൽ തന്നെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത ബുദ്ധിമുട്ടാണ് നമുക്ക് മോർണിംഗ് സിക്നസ്. പലർക്കും നിങ്ങൾ പ്രഗ്നൻ്റ് ആയി എന്നുള്ളൊരു 90% വരെ ഉറപ്പിക്കാൻ സാധിക്കുന്നത് ഈ മോർണിംഗ് സിക്നസ് നോക്കിയിട്ടാണ് കേട്ടോ. മോർണിംഗ് സിക്നസ് നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് നോഷിയ, അതായത് വൊമിറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഇങ്ങനെ വന്ന് നിൽക്കുക. വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴേക്കും എങ്ങനെയെങ്കിലും വൊമിറ്റ് ചെയ്ത് പോയാൽ മതി എന്നുള്ളൊരു രീതിക്ക് നമുക്ക് ശരീരത്തിൽ മാറ്റം ഉണ്ടാകുന്നു. ചിലർക്ക് വൊമിറ്റിംഗ് ആയിട്ട് തന്നെ ഉണ്ടാകുന്നു. മോർണിംഗിൽ ബ്രഷ് ചെയ്യുന്ന സമയത്ത് വൊമിറ്റിംഗ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ടായി തുടങ്ങും. ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകും. ചിലർക്ക് ഗ്യാസ് ട്രബിൾ ആയിരിക്കും.
വയറിൽ ഇങ്ങനെ തിങ്ങിയിരിക്കുന്നത് പോലെ, ഭക്ഷണം തിങ്ങിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മേളിൽ കൂടിയും കീഴ്വായും ആയിട്ടൊക്കെ ഗ്യാസ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ പലർക്കും മോർണിംഗ് സിക്നസ്സിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ ലിക്വിഡ്സ് കൂടുതലായിട്ടും ശരീരത്തിൽ എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ കഞ്ഞി കുടിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ശരീരത്തിൽ കുറച്ചൊന്നും എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളതൊക്കെ കഴിക്കാം കേട്ടോ. അതുപോലെ ഓവർ സ്പൈസി ആയിട്ടുള്ളത്, മസാല കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം ഔട്ട്സൈഡ് ഫുഡും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. കാരണം ഈ സമയത്ത് നമ്മൾ ഔട്ട്സൈഡ് ഫുഡ് കഴിക്കുന്നത് ശരീരത്തിന് ഒട്ടും നല്ല കാര്യമല്ല. ഒപ്പം ഒരുപാട് സൈഡ് എഫക്ട്സ് നമുക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഏകദേശം ഒരു 1 to 5 വീക്സിൽ നമുക്ക് ഉണ്ടാവാനായിട്ടുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണം. നമ്മൾ പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഏകദേശം നമ്മുടെ ഒരു 5 ആഴ്ച കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഇതേ ഓവുലേഷൻ കഴിയുന്ന നെക്സ്റ്റ് ഡേ മുതൽ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രിപ്പയർ ആക്കാനായിട്ട് നോക്കുക. ചെയ്യാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ ലക്ഷണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.